ഇത്തവണത്തെ ഹജ്ജ് യാത്രയ്ക്ക് ചെലവ് കൂടും. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹജ്ജ് യാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് വിമാന കമ്പനികൾ ആവശ്യപ്പെട്ടു. $280 വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യം. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചാൽ തീർത്ഥാടകർക്കും അധിക തുക നൽകേണ്ടി വരും. നിരക്ക് വർധനയിൽ മന്ത്രിതല തീരുമാനമുണ്ടാകുമെന്നും ഹജ്ജ് യാത്രയെ ഇത് ബാധിക്കില്ല എന്നും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, $280 നിരക്ക് വർദ്ധിപ്പിക്കണം എന്ന് വിമാന കമ്പനികൾ ആവശ്യപ്പെടുന്നു. ആ രീതിയിൽ വരുമ്പോൾ ടിക്കറ്റ് നിരക്കിൽ എത്രത്തോളം വർധനവുണ്ടാകാനാണ് ഇടയുള്ളത്? ഇതിലിപ്പോൾ നിർണായകമാകുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുവെ വിമാന ടിക്കറ്റുകൾ ഉയർന്നിട്ടുണ്ട്. വിമാന ഇന്ധനത്തിന്റെ നിരക്കും അതോടൊപ്പം തന്നെ സർചാർജും അവിടുത്തെ എയർപോർട്ട് ഹാൻഡ്ലിംഗ് ചാർജൊക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ടെൻഡർ അനുസരിച്ചുള്ള തുക മാത്രം മതിയാവില്ല. തുക കൂടുതൽ വേണ്ടി വരും. $280 $25,000 ഒരു ടിക്കറ്റിന്, ഒരാളുടെ ടിക്കറ്റിന് വർധന വേണമെന്ന ആവശ്യമാണ് ഈ ഹജ്ജ് സർവീസ് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഈ എയർലൈൻസ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഇപ്പോൾ നിലവിൽ ടെൻഡർ ആയതുകൊണ്ട് തന്നെ ഒരു യാത്രയൊന്നും മുടക്കില്ല. യാത്രയൊക്കെ തന്നെ ക്രമീകരിച്ച സമയത്തിനനുസരിച്ച് തന്നെ നാളെ രാവിലെ മുതൽ തന്നെ ഇന്ത്യയിലുള്ള ആദ്യ ഹജ്ജ് വിമാനം ബോംബെയിൽ നിന്ന് പോയി തുടങ്ങുകയും ചെയ്യും. അതേസമയം ഇതിനെ തൂക്കം കൂട്ടി നൽകേണ്ടി വരും. അതിന് ഈ കരാറിൽ ഏർപ്പെട്ട കേന്ദ്ര ഹജ്ജ് മന്ത്രാലയവും അതോടൊപ്പം തന്നെ ഹജ്ജ് കമ്മിറ്റിയും ഈ ഓപ്പറേറ്റേഴ്സുമായി ഇരുന്ന ഒരു ചർച്ച നടത്തി നെഗോഷിയേഷനിലൂടെ ഒരു തുകയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. $25,000 ഒരു ടിക്കറ്റ്, ഒരാളുടെ ടിക്കറ്റ് വർധന ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. അതേസമയം ഇപ്പോൾ വെടിനിർത്തലും മറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമാധാന അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ ഈ നിരക്ക് കുറച്ചുകൂടെ കുറച്ചു കൊണ്ടുവരാൻ അവർക്ക് കേന്ദ്ര സർക്കാരിന് സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല. കുറച്ചുകൂടെ ചർച്ചകൾക്ക് ശേഷം ഒരു എത്രയാണ് കൂട്ടേണ്ടതെന്ന് തുക തീരുമാനിക്കാവുന്ന നിലപാടാണ് ഹജ്ജ് കമ്മിറ്റിയുള്ളത്. ആ തുക തീരുമാനിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് തീർത്ഥാടകർക്കൊക്കെ തന്നെ സ്വകാര്യ കോട്ടയാണെങ്കിലും അതോടൊപ്പം തന്നെ സർക്കാർ കോട്ടയിലാണെങ്കിലും ഹജ്ജ് തീർത്ഥാടകർക്ക് ഈ തുക അധിക തുക നൽകേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം എല്ലാ മേഖലയിലും വിമാന മേഖലയിൽ ബാധിക്കുന്നുണ്ട്. അത് മുൻകൂട്ടി തീരുമാനിച്ചാണെങ്കിൽ പോലും ഹജ്ജ് തീർത്ഥാടകർക്കും അതിന്റെ അധിക ഭാരം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. എന്തായാലും ഹജ്ജ് യാത്രക്കാർക്ക് ആശങ്കയേറ്റുന്ന വാർത്തയാണ്. യാത്രയ്ക്ക് ചെലവ് കൂടുമെന്ന വിവരങ്ങൾ വരികയാണ്. $280 നിരക്കുയർത്തേണ്ടി വരുമെന്ന് വിമാന കമ്പനികൾ ആവശ്യപ്പെടുകയാണ്. ഇതിനിപ്പോൾ കേന്ദ്ര മന്ത്രാലയം എന്ത് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.